നമുക്ക് കണക്ക് കഴിയാൻ ജീവിക്കാൻ പറ്റും. നമ്മളെ സഹായിക്കാൻ ആരുമില്ല. ആരെ പൈസ നമുക്ക് വേണ്ട. നമ്മൾ എന്നും ഒറ്റയ്ക്കാണ്. ഒരു കാര്യം പറയട്ടെ. ചിട്ടിയുടെ പൈസ തരാൻ വേണ്ടി ചിട്ടിയുടെ കാശ് തരാലോന്ന് വിചാരിച്ച്. പക്ഷെ ഒരു കണ്ടീഷനൊക്കെ ഉണ്ട്. 1 വർഷത്തിനകം ആ പൈസ മൊത്തം എനിക്ക് തന്നു തീർക്കണം. തരാന്ന് പറഞ്ഞില്ല പിന്നെന്ത്? മാസാമാസം 10,000 രൂപ ചിട്ടിയുടെ അടയ്ക്കൂ കറക്റ്റ് ആയിട്ട്. എന്റെ കൊച്ചു അതല്ല ഞാൻ അവിടെ നേരത്തെ പറഞ്ഞത്. അച്ഛന് തരുന്ന 3 ലക്ഷം രൂപ കൊണ്ട് വർക്ക് ചെയ്ത് കിട്ടുന്ന ലാഭം അമ്മയ്ക്ക് തന്നെ കൊടുക്കൂ. എടാ അത് ഞാൻ അടക്കണ വെച്ച് പറഞ്ഞില്ലേടേ കേശു. ചിട്ടിയാൻ പിടിച്ചേരും, പക്ഷെ കുടിശ്ശിക അത് ഇന്ന് തന്നെ അടയ്ക്കണം. പിന്നെ ഇപ്പൊ തന്നെ അടയ്ക്കാം. അഞ്ജനയിലുണ്ടോ ഇപ്പൊ 20,000 രൂപ? എന്റെ 10,000 ഉണ്ടേ. 5,000 രൂപ ഞാൻ നവാസിനെ വാങ്ങിച്ചു വെച്ചേക്കണ്. ബാക്കി 5,000 രൂപ ഇഞ്ചിനീയറും ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് എടുത്തു. അതെന്തിനാ ഇപ്പൊ അത് ഒപ്പിച്ചു വെച്ചത്? എനിക്കറിയാം നിനക്ക് അവസാനം മനസ്സലി ചിട്ടി എനിക്കനെ തരുമെന്ന്. അയക്കാം ഞാനേ. ആ പൈസ എനിക്കിപ്പൊ ഇങ്ങോട്ട് ഇപ്പൊ തരാം. പൈസ വന്നു. ഇനി സുഷമ്മയെ വിളിച്ചു പറ, ചിട്ടിടാരെ വിളിച്ചു പറ. ചിട്ടിടാരെ അവിടെ നിൽക്കട്ടെ. ആദ്യം ഈ കാശ് ഞാൻ സുഷ്മയ്ക്ക് അയച്ചു കൊടുക്കട്ടെ. കുടിശ്ശിക തീർക്കണ്ടേ? ഓക്കെ, അത് പോയി. അപ്പൊ അങ്ങനെ സമാധാനായി. ആ പ്രശ്നം സോൾവ് ആയി. ആരെ വിളിക്കാൻ? സുഷ്മയെ എന്തിനാ വിളിക്കണേ? അതിപ്പോ പൈസ ഇട്ട് കൊടുത്തില്ലേ, ഇനിയിപ്പോ എന്തിനാ വിളിക്കണേ? ഏത് ഇട്ടിട്ട് കാര്യം? അമ്മ എന്തോന്നാ പറയണേ? ഞാൻ പറയട്ടാ, മിണ്ടാണ്ടിരിക്കി. 20,000 രൂപയല്ലേ ഇട്ട് കൊടുത്തോളൂ. 20,000 ഇട്ടിട്ട് ചിട്ടി വിളിക്കാനാ? എന്തോ നീ പറയണ? ആകെ 7 ചിട്ടി അടച്ചിട്ടുള്ളൂ. അതിന് മുമ്പേ 3 ലക്ഷം രൂപ ഇവിടെ ചിട്ടി 20,000 ഇട്ട് കൊടുത്തിട്ട് വിളിക്കാൻ പറയാനാ? എന്തോന്ന് വാലും ഇത്? മിണ്ടാണ്ടിരിക്കുക അവിടെ. അമ്മ നേരത്തെ ഇങ്ങനെയല്ല പറഞ്ഞേ. അതെ, മുതിർന്ന ആൾക്കാർ സംസാരിക്കുമ്പോൾ കുട്ടികൾ സംസാരിക്കാൻ വരരുത്. നിങ്ങളെ ഏത് പൈസ? എന്റെ ലക്ഷക്കണക്കിന് രൂപ കൊണ്ട് മുക്കി കളഞ്ഞിട്ട് നിങ്ങൾ 20,000 രൂപയ്ക്ക് വേണ്ടി എന്റെ അടുത്തേക്ക് ചാടി വരണം. മിണ്ടിപ്പോരുത്, പൊയ്ക്കോടുന്ന്. നിങ്ങളെ പൈസ ഞാൻ തരണില്ല. നിങ്ങളെ ഞാൻ മനഃപൂർവ്വം തേച്ചതാ. അല്ലെങ്കിൽ തന്നെ 3 ലക്ഷം രൂപ തരാൻ പറ്റിയ ഒരു ചളുക്ക് കണ്ടേച്ചാലും മതി. അങ്ങ് അടങ്ങിയിരുന്നോണം. ഇവിടെ അടങ്ങി ഒതുങ്ങി നിന്ന ചിട്ടി തീരുമ്പോൾ നിങ്ങൾ തന്ന 20,000 രൂപ ഞാൻ ഞങ്ങൾക്ക് തരും. അതല്ല ഇവിടെ കിടന്ന് ബഹളം വെച്ച് ഷോ കാണിച്ചാലുണ്ടല്ലോ, ആ 20,000 രൂപ നിങ്ങൾക്ക് തിരിച്ചു കിട്ടാൻ പോകില്ല. ഇപ്പോഴേ പറഞ്ഞേക്കാം ഞാനത്. ഇത്രയും നാളെ ഞങ്ങളൊക്കെ പറ്റിച്ച് ജീവിച്ച് ഇപ്പൊ എന്നെ പറ്റിക്കണം നോക്കണം. അവള് പറ്റിച്ച് ജീവിക്കാൻ ശ്രമിക്കില്ല.